സൈഫുന്നീസ ചേരുന്നു. സൈഫുന്നീസ, നമ്മളത് സ്ഥിരീകരിച്ചു. ഇപ്പോൾ സിദ്ദിഖിൻ്റെ പ്രതികരണവും വന്നു കഴിഞ്ഞിരിക്കുന്നു. തനിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം വന്ന സാഹചര്യത്തിൽ ഇന്നലെ രാജിവെക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് സിദ്ദിഖ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സിദ്ദിഖ് മടിച്ചിട്ടുണ്ട്. സിദ്ദിഖ് പറയുന്നത് താനിപ്പോൾ ആ കാര്യങ്ങളെല്ലാം പിന്നീട് വിശദമായി പ്രതികരിക്കാം എന്നാണ് പറയുന്നത്. അന്ന് ആദ്യഘട്ടത്തിൽ ഈ നടി സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അന്ന് വലിയ രീതിയിലുള്ള പ്രതിരോധം ചമച്ചുകൊണ്ട് വനിതാ പ്രവർത്തകരെ അടക്കം അണിനിരത്തിക്കൊണ്ടാണ് സിദ്ദിഖ് അതിന് പ്രതിരോധം ഉണ്ടാക്കിയത്. പക്ഷേ ഇപ്പോൾ സിദ്ദിഖ് നിരായുധനായി മാറിക്കഴിഞ്ഞോ? പ്രത്യേകിച്ച് AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന മാധ്യമങ്ങളുടെ നേരെ ചില ചോദ്യങ്ങളൊക്കെ തിരിച്ചുന്നയിച്ചതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചയാക്കപ്പെട്ടിരുന്നു. അദ്ദേഹം എടുത്ത പ്രതിരോധം പാളിപ്പോയി എന്നതും ഒരു ഭാഗത്ത് വിമർശനമുണ്ട്. ഇപ്പോൾ വ്യക്തിപരമായ അദ്ദേഹത്തിനെതിരെയുള്ള ഈ ആക്രമണത്തെയും അദ്ദേഹത്തിന് നേരിടാൻ കഴിയാത്ത സാഹചര്യമായിരിക്കുന്നു. മറ്റൊരു വഴിയുമില്ലാത്ത സാഹചര്യത്തിലാണോ സൈഫുന്നീസ ഈ രാജി? അരുൺ, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, അന്ന് ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ AMMയുടെ ഒരു ഭാരവാഹിത്വത്തിലും ഈ സിദ്ദീഖ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സിദ്ദീഖിന് കൃത്യമായ അതിൽ നിലപാട് പറയുവാനും അത് നിഷേധിക്കുവാനും കഴിഞ്ഞിരുന്നു. പക്ഷേ നിലവിൽ ഇപ്പോൾ ഇരിക്കുന്നത് AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്താണ്. ഒപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണമെന്നും അതിൽ ക്രിമിനൽ അന്വേഷണം വേണമെന്നും ക്രിമിനൽ പ്രവർത്തനമാണ് അതിൽ നടന്നതെന്നും എല്ലാം വിശദമായ നിലപാടെടുത്ത ഒരാൾക്കെതിരെ അതിന് തൊട്ടടുത്ത ദിവസം ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വരുമ്പോൾ ഇതല്ലാതെ സിദ്ദീഖിന് മുൻപിൽ മറ്റൊരു മാർഗമില്ല. കാരണം ഇതല്ലാതെ വേറെ രീതിയിൽ ഇതിനെ പ്രതിരോധിക്കാനും കഴിയില്ല. ഈ AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ. അതിനുശേഷം വന്ന വലിയൊരു വാർത്തയായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത്. അപ്പോൾ പോലും 5 ദിവസം ഇത് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് പ്രതികരിക്കാമെന്നെല്ലാം പറഞ്ഞ് ആദ്യം സിദ്ദീഖ് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പിന്നീട് 5-ാം ദിവസം മാധ്യമങ്ങളുടെ അടക്കം വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ് AMMA ഒരു വാർത്താ സമ്മേളനം വിളിക്കാൻ തയ്യാറാവുകയും ചെയ്തത്. നിലവിൽ AMMA മാത്രമാണ് ആ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. പ്രൊഡ്യൂസർ അസോസിയേഷൻ ഒരു വാർത്താക്കുറിപ്പിൽ ആ വിവരം ഒതുക്കിയിരിക്കുന്നു. ഫെഫ്ക ഇതുവരെ വാ തുറന്നിട്ടില്ല എന്നുള്ളതും അവിടെ നിൽക്കുകയാണ്. പക്ഷേ AMMA പ്രതികരിക്കാൻ തയ്യാറായി ഒരു നിലപാട് പറയാൻ ശ്രമിച്ചു. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ ഈ ജനറൽ സെക്രട്ടറിക്കെതിരെ തന്നെ അതിഗുരുതരമായ ഒരു ലൈംഗിക ആരോപണം ഈ നേരത്തെ ആരോപണം ഉന്നയിച്ച നടി അത് ആവർത്തിക്കുകയാണ്. അപ്പോൾ അതിനെ തള്ളിപ്പറയാൻ സാധിക്കില്ല. അതല്ലെങ്കിൽ കൂടെയുള്ളവരുടെ പോലും സപ്പോർട്ട് കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടാകണം. ഇപ്പോൾ സിദ്ദീഖ് പറഞ്ഞതുപോലെ തന്നെ ധാർമ്മികമായ ഉത്തരവാദിത്വം സിദ്ദീഖ് തന്നെ ഏറ്റെടുത്തേ പറ്റൂ. കാരണം ഇതല്ലെങ്കിൽ അതിന് മറ്റൊരു നിയമ നടപടി സ്വീകരിക്കുമെന്നോ അതല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ തട്ടിപ്പാണെന്നോ എന്നൊന്നും പറഞ്ഞു നിൽക്കാനായി സിദ്ദീഖിന് കഴിയില്ല. കാരണം അതിന് മുൻപത്തെ ദിവസം സിദ്ദീഖ് നിലപാടെടുത്തതാണ് അത് ക്രിമിനൽ നടപടിയാണ്. അങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ ആരോപണം ഉള്ളവരെ മാറ്റി നിർത്തണം എന്നുള്ളത്. അതുകൂടാതെ തന്നെ നമ്മൾ ഇന്നലെ നൽകിയൊരു വാർത്തയുണ്ട്. സർക്കാർ വിളിക്കുന്ന കോൺക്ലേവിൽ AMMA എന്തായാലും പങ്കെടുക്കും. AMMA പങ്കെടുത്തില്ലെങ്കിൽ തെറ്റായ സന്ദേശം നൽകും. ഒപ്പം തന്നെ മറ്റ് സംഘടനകളിൽ, അതായത് ഇപ്പോൾ പറയുന്ന ഫെഫ്ക അടക്കമുള്ള സംഘടനകളിലെ പല അംഗങ്ങൾക്കെതിരെയും ഇത്തരം ആരോപണങ്ങൾ ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ അത്തരം ആരോപണ വിധേയരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കും. അതല്ലെങ്കിൽ ഈ പരാതി ഉന്നയിച്ച സ്ത്രീകൾക്ക് ഒരു മനോവീര്യം തകർക്കുന്ന രീതിയിലാകും അത് എന്നുള്ളതൊക്കെ പറഞ്ഞ AMMയുടെ ഭാരവാഹികളിലെ പ്രധാനിക്കെതിരെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കില്ല. ഒരു രീതിയിലും വെറുതെ ഒരു വിശദീകരണം നൽകി മാറി നിൽക്കാനും കഴിയില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കുകയാണ് എന്ന കത്ത് പ്രസിഡന്റ് മോഹൻലാലിന് ഇന്ന് ഈ AMMയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു രാജിക്കത്ത് നൽകിയാൽ പ്രസിഡന്റ് അത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്യണം. ആ കമ്മിറ്റി അത് പാസ്സാക്കണം, അംഗീകരിക്കണം. എങ്കിൽ മാത്രമേ ഇത് രാജി പ്രാബല്യത്തിലാകൂ. പക്ഷെ എന്നാലും സ്വമേധയെ രാജിവെക്കുന്നു എന്ന് ഈ AMMയുടെ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് അറിയിച്ചിരിക്കുന്നു. എന്തായാലും ഇതിൻ്റെ നടപടിക്രമം എന്നോണം ഇന്ന് AMMയുടെ അടിയന്തര എക്സിക്യൂട്ടീവ് യോഗം ചേരുകയും ചെയ്യും. ഈ രാജിക്കത്ത് ചർച്ച ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ഈ വിഷയം മാധ്യമങ്ങളോട് ഔദ്യോഗികമായി ഇവർ അറിയിക്കുകയും വേണം. പക്ഷെ അതിനു മുൻപാണോ ഇപ്പോൾ സിദ്ദീഖ് ഇത്തരമൊരു കാര്യം സ്വയമേ വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ പറയുന്നത്, നമ്മൾ റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങളോട് ഞാൻ രാജിവെച്ചു എന്ന് പറയുന്നത് എന്നുള്ളത് നമുക്ക് അറിയാനില്ല. പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ പ്രസിഡന്റ് മോഹൻലാലോ അതല്ലെങ്കിൽ ഇപ്പോൾ വൈസ് പ്രസിഡന്റായ ജഗദീശോ ജയൻ അടക്കമുള്ളവർ ഈ വിഷയത്തിൽ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഈ AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദീഖ് രാജിവെക്കേണ്ട സാഹചര്യം എന്തായിരുന്നു എന്ന് വിശദീകരിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഒരു സംഘടന എന്ന തലത്തിൽ അവർക്കുണ്ട്. അതുണ്ടാകുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം. എന്തായാലും നിലവിൽ ഈ പ്രതികരണം തേടാൻ സിദ്ദീഖ് ഇവിടെ ഇല്ല. എങ്കിലും ഓൺലൈനായി അടിയന്തര പ്രതികരണത്തിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. രാജിവെച്ചു എന്ന വിവരം ഇപ്പോൾ നമ്മളോട് അദ്ദേഹം ടെലിഫോണിൽ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ യുവനടി പറഞ്ഞ ഭാഗം ഇത്രയാണ്. +2 കഴിഞ്ഞ സമയത്ത് സമൂഹ മാധ്യമം വഴി സിദ്ദീഖ് ബന്ധപ്പെട്ടിരുന്നു. പിന്നീട് സുഖമായിരിക്കട്ടെ എന്നൊരു സിനിമയുടെ പ്രിവ്യൂ കഴിഞ്ഞ് മസ്കറ്റ് ഹോട്ടലിൽ ചർച്ചയ്ക്ക് വിളിച്ചു. അപ്പോൾ പ്രായം 21 വയസ്സാണ്. അവിടെ ചെന്നപ്പോഴാണ് ലൈംഗികമായി ഉപദ്രവിച്ചത്. അയാൾ എന്നെ പൂട്ടിയിട്ടു.
അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ യുവനടി പറഞ്ഞിരുന്നത്. 2019 തന്നെ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ടെന്നും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയതിനാൽ ഇപ്പോൾ ഒന്നും നഷ്ടപ്പെടാനില്ല എന്നുമാണ് യുവനടി ഇന്നലെ പ്രതികരിച്ചത്. മാത്രമല്ല, തന്നെപ്പോലെ മറ്റു ചില നടിമാർക്കും ഇതേപോലെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം, സിദ്ദിഖിൽ നിന്ന് ഇതേപോലെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യവും ഇന്നലെ ഈ യുവനടി വെളിപ്പെടുത്തിയിരുന്നു. ഈ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇപ്പോൾ സിദ്ദിഖ് AMMA ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും പടിയിറങ്ങിയിരിക്കുന്നത്.